ഇന്നൊരു യാത്രയിലാണ്. യാത്ര കൊല്ലൂർ മൂകാംബികയിലേക്ക്. അവിടെ നമുക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഒരു 6 മണി ആവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. കൂടെ ഡാൻസ് ടീം എല്ലാവരും ഉണ്ട്. യാത്ര ചെയ്തതിന്റെ ഒരു ചെറിയ ക്ഷീണത്തിലാണ് എല്ലാവരും. ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് ചായ കുടിക്കാൻ കയറി. എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണെന്ന് അറിയാം നമുക്ക് ഭക്ഷണം കിട്ടിയത്. അവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അത് ആസ്വദിച്ച് കഴിച്ചു. അവിടെ പുറത്തൊക്കെ എത്ര പൂക്കളാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന്. കന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അവിടെ നിന്ന് നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി ഞാനൊരു സ്ഥലം കാണിച്ചു തരാട്ടോ. എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് ഇവിടെയാണ്. സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാലോ. അതെ, എന്റെ 3-ാം വയസ്സിലെ എഴുത്തിനിട്ടിയ സ്ഥലമാണിത്. കുറച്ച് സമയം പ്രസാദം വാങ്ങാൻ വേണ്ടി അവിടെ നിന്നു. എനിക്ക് അവിടുത്തെ പ്രസാദം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ അവിടുത്തെ അരങ്ങേറ്റം കാണാൻ വേണ്ടി ഇരുന്നു. അത് കഴിഞ്ഞ് ഞാനും അമ്മയും വാശി പിടിച്ചപ്പം അച്ഛൻ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീമിന് പിന്നെ സമയം കാലമൊന്നും ഇല്ലല്ലോ. ഇനിയാണ് അംഗം. ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടി മേക്കപ്പ് ഹാളിലേക്ക് പോവാണ്. ഒരു 11:30 മണിയായി കാണും. ഇനി ഒരു തമാശ കാണിച്ചു തരാട്ടാ. ഇനി നമ്മുടെ മേക്കപ്പ് വിശേഷങ്ങൾ കണ്ടോളൂ ട്ടോ. ഉച്ച സമയത്ത് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നെ കഴിക്കാനിരുന്നു. കണ്ടോ, എന്റെ മുമ്പിൽ എത്ര കറികളാ. കൂടെ നല്ല പായസവും ഉണ്ട്. അങ്ങനെ മുഖത്തെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫോട്ടോക്ക് പോസ് ചെയ്തു. ആഹാ, എന്ത് നല്ല കോമ്പിനേഷൻ. ജീൻസ് പാന്റും ടോപ്പും ഭരതനാട്യത്തിന്റെ മുഖവും. കന്യയായോടി വന്നതാണു ഞാൻ അങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തു. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു അവസാനാണ് ശ്രുതി ടീച്ചർ റെഡിയായി തുടങ്ങിയത്. മെല്ലെയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും വയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴേ അങ്ങനെ ഞങ്ങളിതാ വേദിയെ
നീയേ